ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷാ ക്രമക്കേടുകളും തടയാൻ ലക്ഷ്യമിടുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിലെത്തും. ചോദ്യപേപ്പർ ചോർത്തിയാൽ തടവ് ശിക്ഷ 10 വർഷം വരെയാക്കാനും 10 കോടി രൂപ പിഴ ചുമത്താനും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കേസുകൾ 3 മാസത്തിനകം തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികളും സ്ഥാപിക്കും. പ്രതിപക്ഷം ചർച്ചയിൽ സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ രാജ്യതലസ്ഥാനത്ത് നിന്ന് ചേരുകയാണ്. നന്ദൻ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, അതായത് പ്രതിപക്ഷത്ത് നിന്നുണ്ടാകേണ്ട ഒരു ആരോഗ്യപരമായ ചർച്ച ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ പാർലമെന്റിനെ നിരന്തരം പ്രക്ഷുബ്ധമാക്കാനുള്ള ഒരു സംഘടിത നീക്കം നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് ബില്ല് ലോക്സഭയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കേന്ദ്രത്തിന്റെ തുടർ നീക്കങ്ങൾ? രാഖി, വിദ്യാർത്ഥികളുടെ ഭാവി കരുതി ഇന്ന് വളരെ നിർണായകമായൊരു ബില്ല് ലോക്സഭയിൽ എത്തുകയാണ്. അത് ആൻറ്റി പേപ്പർ ലീക്ക് ബില്ലാണ്. അതായത് ചോദ്യപേപ്പർ ചോർച്ച തടയൽ ബില്ലാണ്. അത് വളരെ ഏറെ നിർണായകമെന്ന് വിശേഷിപ്പിക്കാൻ കാരണം രാജ്യത്തെ കോടിക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി നിർണ്ണയിക്കുന്ന ബില്ല് കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പുതിയ ബില്ലിൽ അമെൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് 10 വർഷം വരെ തടവും അതേപോലെ തന്നെ ഏതാണ്ട് 10 കോടി രൂപ പിഴയും എന്നുള്ളതാണ്. അതായത് ചോദ്യപേപ്പർ ചോർത്തിയാൽ 10 ലക്ഷം രൂപ തടയും അതേപോലെ തന്നെ 10 കോടി രൂപ 10 വർഷം തടവും 10 കോടി രൂപ പിഴയും എന്നുള്ളതാണ് ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ വഴി ഈ നിയമ നടപടികൾ വേഗത്തിലാക്കുമെന്നുള്ളതാണ്. എല്ലാ സെഷൻസ് കോടതിയോടൊപ്പം തന്നെ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ എങ്ങനെ വിലയിരുത്തും അല്ലെങ്കിൽ എങ്ങനെ സ്വാഗതം ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണാം. സ്വാഭാവികമായും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കിരൺ റിജിജു, കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി, ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തോടും അതേപോലെ തന്നെ മറ്റ് ഭരണപക്ഷ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മുഴുവൻ അംഗങ്ങളും ഇന്ന് സഭയിലുണ്ടാകണം. വളരെ നിർണായകമായ ബില്ലാണ്. വളരെ കാര്യക്ഷമമായ ചർച്ചകൾ ബില്ലിന്മേൽ സഭയിൽ നടക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതേസമയം ലഭ്യമായ സൂചനകൾ പ്രകാരം പ്രതിപക്ഷം സഹകരിക്കില്ല. പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുവാനുള്ള നീക്കത്തിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ ഭരണപക്ഷത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വളരെ സുതാര്യമാണ്. ഇതിനോടകം തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിക്കൊണ്ട് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം ചോദ്യപേപ്പറുകൾ ചോരാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നത്. അതായത് അച്ചടി മുതൽ അല്ലെങ്കിൽ ചോദ്യപേപ്പറിൻ്റെ തയ്യാറാക്കൽ മുതൽ അച്ചടി മുതൽ അതിൻ്റെ വിതരണം വരെയും ഒക്കെ തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതിനായിട്ട് ഇൻഫോസിസിൻ്റെ മുൻ ചെയർമാനും അതേപോലെ തന്നെ സൈബർ രംഗത്തെ വിദഗ്ധനുമായിട്ടുള്ള നന്ദൻ നഖേലിയെ അധ്യക്ഷനായിട്ടുള്ള ഒരു പ്രത്യേക സമിതി ഇന്നലെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ആ സമിതിയുടെ ഉപദേശപ്രകാരം കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വളരെ നിർണായകമായ ദിനമാണിന്ന് പാർലമെൻറ്റിൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആൻറ്റി പേപ്പർ ലീക്ക് ബില്ല് ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തുന്നു. കൃഷ്ണരാജ്.